മലയമ്മ ചോയ്കെട്ട് എന്തായി? എന്താണ് ഈ ചോയ്കെട്ട്? സുജയ, ഇവിടെ ഇപ്പോൾ ചോയ്കെട്ടിന്റെ തുടക്കമാണ് നമ്മൾ കാണുന്നത്. കണ്ണഞ്ചേരി മഹാഗണപതി ക്ഷേത്ര പരിസരത്താണ് ഞാനുള്ളത്. ഇത് വിഷുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നാട് അതിൻ്റെ ഏറ്റവും മഹത്തായ ഉത്സവത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ദിനമെന്ന് പറയുന്നത് കാട്ടാള വേഷത്തിൽ ശിവനും പാർവതിയും പുറത്തേക്ക് വരുന്നു, എഴുന്നള്ളുന്നു എന്നുള്ളതാണ് സങ്കല്പം. അതിൽ നിന്നും ഇവിടെ അടുത്തുള്ള വീടുകളിലേക്കൊക്കെ എത്തി ആളുകൾക്ക് അനുഗ്രഹം ചൊരിയുമെന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇപ്പോൾ ആ ക്ഷേത്രത്തെ വലം വെച്ച് ഈ കാട്ടാള വേഷത്തിലുള്ള രണ്ടുപേർ വേഷപ്രച്ഛന്നരാണ്. അവർ ഇപ്പോൾ ആ ക്ഷേത്രത്തെ ഇങ്ങനെ വലം വെക്കുകയാണ്. 3 തവണ വലം വെച്ച് കഴിഞ്ഞാൽ ഇത് 3ാമത്തെ തവണയാണ്. അതിനിപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ഈ ഒരു വഴിയിൽ പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ളതാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇങ്ങനെ വലിയ രീതിയിൽ പടക്കമൊക്കെ പൊട്ടിച്ചാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇത് എവിടെ നിന്നൊക്കെ പടക്കം പൊട്ടുന്നത് ഒരു ഐഡിയ കിട്ടാത്ത അവസ്ഥയുണ്ട്. ഏതായാലും അങ്ങനെ ഒരു ആഘോഷം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. എനിക്കൊപ്പം ദിനേശേട്ടൻ കൂടി. ചേട്ടാ, ഇപ്പം 3 റൗണ്ട് ആയി എന്നാണ് മനസ്സിലാക്കുന്നത്. നേരെ പുറത്തേക്കാണ് അടുത്തേക്ക് വന്ന ഒരാളുടെ പോക്കറ്റിൽ ക്ഷേത്രത്തിന്റെ അകത്ത് കയറും. അനുഗ്രഹം വാങ്ങിയതിനു ശേഷമാണ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് നേരെ വരുന്നത് നമ്മളെ ഈ പ്രദേശത്തേക്കുള്ള ഈ തെരുവിൽ, ഈ തെരുവ് എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ഈ തെരുവിൽ ഇരുവശങ്ങളിലായിട്ടുള്ള ഇതിന്റെ അവകാശികളായുള്ള ആളുകളുടെ വീടുകളിലേക്കാണ് എത്തിച്ചേരുക. ഈ വീടുകളിൽ നിന്ന് അതിൽ പ്രധാനമായിട്ട് ആദ്യം വരുന്നത് നമ്മൾ അവകാശി 1ാം കാരണവരുടെയും 2ാം കാരണവരുടെയൊക്കെ സങ്കല്പം കാണുന്ന ആ സ്ഥലത്താണ് ആദ്യം എത്തിച്ചേരുക. അവിടെ ഇരുന്നതിന് ശേഷം ഓരോ വീടുകളിൽ മാറി മാറി കയറുന്നതായിരിക്കും. അങ്ങനെ അവിടെ ഐശ്വര്യം ചൊരിയുന്നു എന്നുള്ളതാണ് സങ്കല്പം അല്ലേ? ഐശ്വര്യം ചെയ്യുന്ന ഈ ശിവപാർവതി സങ്കല്പം ആണിത്. ശിവപാർവതി എന്നുള്ള വേഷപ്രശ്നരായിക്കൊണ്ട് ഇറങ്ങുന്നതാണ്. അവരിറങ്ങി കഴിഞ്ഞിട്ട് ഈ വീടുകളിലൊക്കെ കയറുന്ന സമയത്ത് യാദൃശികമായിട്ട് മുന്നിലെത്തിപ്പെടുന്ന ആളുകൾക്ക് ചോയ്കെട്ട് എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. ഈ ചോയ് വേഷധാരികളായിട്ടുള്ള ഈ ആളുകളുടെ കൈവശമുള്ള ചൂരലുകൊണ്ട് പ്രഹരം ഏൽക്കും. അതാണ് അനുഗ്രഹത്തിന്റെ ഭാഗം. അല്ലാതെ ഈ നിർബന്ധിത ബുദ്ധിയോട് കൂടി പിടിച്ചു വാങ്ങുന്ന അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങുന്ന അടിക്ക് നമ്മൾ അംഗീകരിക്കുന്നില്ല. അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെ മുന്നേ വേഷം കെട്ടിയിട്ടുള്ള ഈ ചോയ് വേഷം കെട്ടിയിട്ടുള്ള ആളുകളാണ് പാണ്ടാരി എന്നുള്ള നിലയ്ക്ക് ഇവരെ മുന്നിലോടുന്നത്. അവരാണ് അതിനുള്ള കാര്യങ്ങൾ പിന്നീട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുജയ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെയും പോക്കറ്റിൽ ഇങ്ങനെ പിടിപ്പടക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയം തോന്നിപ്പോകുന്നു. നിൽക്കുന്നിടത്തൊക്കെ തന്നെ പടക്കം പൊട്ടുകയാണ്. ഇനിയിപ്പോൾ കാട്ടാള വേഷം ധരിച്ചിട്ടുള്ള വേഷപ്രച്ഛന്നരായിട്ടുള്ള 2 പേർ ഈ തെരുവിലേക്ക് ഇറങ്ങും. ക്ഷേത്രത്തിൽ നിന്ന് അതിൻ്റെ ചടങ്ങുകളാണിപ്പോൾ നടക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ആളുകളുണ്ട്. ഒപ്പം തന്നെ ഈ ശാലിയ സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഊരാളന്മാരൊക്കെ ഉണ്ട്. അവരാണിപ്പോൾ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ നിർദ്ദേശങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കണ്ടോ വരുന്നുണ്ട്. അതെ, ചോയെ സ്വീകരിച്ചു കഴിഞ്ഞു. ചോയ്ക്കെട്ട് കെട്ടി പുറത്തേക്ക് വരികയാണ്. ഇതിൻ്റെ മുൻവശത്ത് നിൽക്കരുത് എന്നുള്ളതാണ്. ഈ മുൻവശത്ത് നിന്നാൽ അടി കിട്ടും. ആ അടി പക്ഷേ അങ്ങനെ അടി വാങ്ങിക്കുന്നതല്ല വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ആചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഗ്രഹം എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ പുറകിലേക്ക് പോയാൽ കാണാൻ സാധിക്കും. എവിടെ നിന്നൊക്കെയാണ് പൊട്ടുന്നതെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് അങ്ങോട്ടൊക്കെ പോകാൻ വലിയ പാടാണ്. കാലിൻ്റെ ഇടയിലൊക്കെ വന്ന് പടക്കം പൊട്ടുന്ന അവസ്ഥയാണുള്ളത്. ഇത് ഇങ്ങനെയും ഉത്സവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരു നാടിന്റെ ഉത്സവം ഈ അർത്ഥത്തിലും കടന്നു പോയപ്പോൾ ദീപക് ശ്രദ്ധിച്ചിരുന്നോ? അതിലെ ആ വേഷവിധാനങ്ങളൊക്കെ ഒരുപാട് പ്രത്യേകതയുള്ളതാണ്. ഈ വാഴയുടെ തണ്ടോട് കൂടിയിട്ടുള്ള ഉണങ്ങിയ ഇലകൾ അതൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. അതെ 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 അതായത് പൂർണ്ണമായും പ്രകൃതിദത്തമായ എൻ്റെ അമ്മ സുജയ, പൂർണ്ണമായും പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിക്കുന്നത്. അതിനിടയ്ക്ക് കരിമരുന്ന് പ്രയോഗമുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ അത് വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ആ വേഷമെന്ന് പറയുന്നത് വാഴച്ചപ്പാണ്. അത് കൃത്യമായി വാഴ നാരുപയോഗിച്ച് കെട്ടിയതിന് ശേഷം പിന്നീട് ഈ 2 പേരെ നേരത്തെ തന്നെ നിർത്തുന്നതാണ്. അവരെ ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇതാ ഞാൻ എന്നെയൊന്നും കാണിച്ചേക്കും. ഞാൻ എവിടെയാണ് നിൽക്കേണ്ടതെന്നൊരു ധാരണ കിട്ടാത്തത് കൊണ്ടാണ് മാറിപ്പോകുന്നത്. എനിക്കപ്പം ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അറിയാതെ ചേട്ടനോട്. ചേട്ടാ, ഇപ്പം ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഊരാളൻ്റെ 1ാം ഊരാളൻ്റെ വീട്ടിലേക്കാണ് പോയത്. ഇതൊരു പ്രധാന സ്ഥാനത്ത് അവിടെ ആദ്യം പോയി ആ സ്ഥാനത്ത് ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് 1ാം ഊരാളൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോയത്. ഇതിനാണ് പ്രധാന സ്ഥാനം. ഇനി അങ്ങോട്ട് തന്നെ പോയിട്ട് പ്രധാന സ്ഥാനികരുടെയൊക്കെ വീടുകൾ 1-2 സ്ഥാനങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ക്രമത്തിലും എല്ലാ വീടുകളിലും കയറിയിട്ട് ഇതിന് വന്നിട്ട് ഇതിൻ്റെ അങ്ങേ ഭാഗത്തേക്ക് പോകും. ഏതാണ്ട് എത്ര സമയം ഉണ്ടാവും ഇങ്ങനെ തെരുവിൽ? ഇതിപ്പോൾ ഒരു 1.5 മണിക്കൂർ എന്തായാലും ഉണ്ടാവും. ആ സമയത്തൊക്കെ ഇങ്ങനെ പടക്കം പൊട്ടിക്കൊണ്ടിരിക്കും. പിന്നെ എല്ലാ വീടുകളിൽ നിന്ന് പടക്കം ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. ഇത് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു ആചാരമാണ്. ഞങ്ങളെയൊക്കെ ചെറുപ്പകാലത്ത് അതിൻ്റെ
പ്രായം ചെന്ന ആൾക്കാരും കുട്ടികൾ വരെ പറഞ്ഞു കേട്ട ചരിത്രമാണ് ഈ ഇനി നാടിനൊരു ഹരമാണ് സത്യം പറഞ്ഞത്. തീർച്ചയായിട്ടും. സുജയ, ഇത്തരം കാഴ്ചകൾ വളരെ അപൂർവമായി മാത്രമായിരിക്കും നമ്മൾ കാണിക്കുക. ഒരാൾ സിനിമ കയ്യിൽ പിടിച്ച് പടക്കം സെറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ ഇത്തരം കാഴ്ചകളൊക്കെ കാണാം. അതാ പറഞ്ഞത്, ഇത് സിനിമാ സെറ്റുകളിലോ അല്ലെങ്കിൽ അത്തരം ചലച്ചിത്രങ്ങളിൽ ചില ഗിമ്മിക്കുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിനപ്പുറത്തേക്ക് സത്യം പറഞ്ഞാൽ ഈ മൈനുകൾ കുഴിച്ചിട്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ച് നടക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എവിടേക്കോ കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേ അവസ്ഥ ഇത് ഏത് വഴിക്ക് പോയാലാണ് കാലിൻ്റെ ഇടയിൽ നിന്ന് പൊട്ടുക അറിയാത്തതുകൊണ്ട് ഇവിടെ ഇപ്പം ദൃശ്യങ്ങൾ കണ്ടില്ല, ഒരു മനുഷ്യൻ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം കയ്യിൽ പടക്കം പിടിച്ചിട്ടാണ് പോകുന്നത്. ഇങ്ങനെ അവർ ഇന്ന് സ്വീകരിക്കുകയാണ് പൂർണ്ണമായിട്ടും ആ ഒരു ദിനം. അത്രയധികം സന്തോഷത്തോടു കൂടി ചോയിയെ സ്വാഗതം ചെയ്യുകയാണ്. ചോയി എന്ന് പറയുന്നത്, അത് ആ സങ്കല്പം എന്ന് പറയുന്നത് പാർവതി ശിവൻ വേഷപ്രസന്നരായി എത്തുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങുന്നു എന്നുള്ളതാണ്. അതിന് ഈ നാട് പൂർണ്ണമായും സജ്ജമാവുകയാണ്, ഒരുങ്ങുകയാണ്. ഇനി ഒരാളെ ആദ്യം ഒരാളിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു. 4 ഒരാളന്മാരാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളത്. ഇപ്പോൾ ചോയി ഇനി അടുത്ത സ്ഥലത്തേക്ക്, ആദ്യ വീട്ടിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി അവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ വീട്ടിൽ കയറി കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് വീട്ടുകാർ കണിവെള്ളരി ഒപ്പം അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് അവരെ സ്വീകരിക്കും. ആ സ്വീകരണം എന്ന് പറയുന്നത് ആ വീട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സ്വീകരണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അടുത്ത വീട്ടിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെ മറ്റൊരു ഒരാളെൻ്റെ അടുത്തേക്ക്, സ്ഥാനീയൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇനി ആ വീട്ടിൽ അങ്ങനെ 2 ഒരാളന്മാരാണ് ഇപ്പോൾ നിലവിൽ സ്ഥാനീയരെ ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ബാക്കി 4 പേരാണ് ഉണ്ടായിരുന്നത്. 2 പേരുടെ അത്തരത്തിൽ തറവാടുകളൊക്കെ ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നു. ഇനി അത് കഴിഞ്ഞാൽ കണ്ടോ, ഈ കാണുന്ന ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഇവിടെ ഇപ്പോൾ ചോയ്ക്കെട്ട് നടക്കുന്നിടത്തേക്ക് തന്നെ പടക്കങ്ങൾ എറിഞ്ഞ് അവരെ സ്വീകരിക്കുന്നത് കാണാം. അതിൻ്റെ ഇടയിലൂടെയാണ് ഓടി വരുന്നത്. അവരുടെ മുന്നിൽ നിൽക്കരുത്, അവരുടെ മുന്നിൽ നിന്ന് അടി വാങ്ങിക്കുന്നതല്ല അനുഗ്രഹം. അതിൻ്റെ അപ്പുറത്തേക്ക് ഔപചാരികമായി അനുഗ്രഹിക്കുന്നതാണ് വിശ്വാസം എന്നുള്ളത് പറയുന്നത്. അനുഗ്രഹിക്കുന്നതാണ്. ഞാൻ സത്യം പറഞ്ഞ ഈ പടക്കത്തിനിടയിൽ നിന്ന് ക്യാമറമാനെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. അങ്ങനെ ശക്തമായ രീതിയിൽ തന്നെ ആഘോഷം ഈ ഒരു കണ്ണഞ്ചേരി മേഖലയിൽ പുരോഗമിക്കുന്ന ഒരു വീട്ടിന് അകത്തേക്ക് ഇപ്പോൾ കയറിയിരിക്കുന്നതിൻ്റെ ചടങ്ങുകൾ നടക്കുകയാണ്. അതിൻ്റെ